ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2011 പുറത്തിറങ്ങിയ ഹൈഡ് എന്ന കിഡിലൻ ഹോളിവുഡ് മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഈ മമ്മി എന്നൊക്കെ പറയല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈജിപ്തിലൊക്കെ മരണശേഷം ഈ രാജാക്കന്മാരുടെ ശരീരം കെട്ടിപ്പൊതിഞ്ഞ് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കുമല്ലോ. അതുപോലെ മമ്മിഫൈഡ് ചെയ്യപ്പെട്ട 6 സ്ത്രീകളുടെ മൃതദേഹങ്ങൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ പോലീസിന് ലഭിക്കുകയാണ്. അവർ മരിച്ചിട്ട് കുറേ വർഷങ്ങളായെന്ന് തോന്നുന്നു. അതുകൊണ്ട് മൃതദേഹങ്ങളെല്ലാം അഴുകിയ നിലയിലായതിനാൽ മരിച്ച 6 പെൺകുട്ടികളെയും തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. എങ്കിലും 6 മൃതദേഹങ്ങളിൽ ഒന്നിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ പേരുള്ള മാല ലഭിക്കുന്നു. ആ ഒരു തുമ്പ് വെച്ച് ആരാണ് ആ പെൺകുട്ടി എന്ന അന്വേഷണം തുടങ്ങിയാണ്. ആരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ? എന്തിനാണ് ആ പെൺകുട്ടികളെ അയാൾ കൊന്നത്? ആ മാലയിലുള്ള പെൺകുട്ടിക്ക് എന്തുപറ്റി? സിനിമയുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തലധരിച്ച 4 കൗമാരക്കാരായ കുട്ടികൾ രാത്രി സമയത്ത് വെറുതെ ഇരിക്കാതെ കൗതുകം മൂത്ത് അവരൊരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിനുള്ളിലേക്ക് പോകുന്നു. കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. വാതിലുകളെല്ലാം പൂട്ടിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിന് ചുറ്റുമുള്ള ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരുത്തൻ അവിടെ ഒരു സ്ഥലം ശ്രദ്ധിക്കുന്നു. ഗാർഡനാണെങ്കിൽ തറയിൽ പുല്ലല്ലേ വേണ്ടത്, പക്ഷെ അവൻ നിൽക്കുന്ന സ്ഥലത്ത് തറയിലൊരു പ്ലൈവുഡാണുള്ളത്. പെട്ടെന്ന് ആ പ്ലൈവുഡ് തകർന്ന് അവൻ മാത്രം ഒറ്റയ്ക്ക് താഴേക്ക് വീഴുന്നു. മണ്ണിനടിയിലൊരു കൊട്ടാരം തന്നെയുണ്ട്. ബേസ്മെന്റ് റൂം പോലെ. തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ബേസ്മെന്റ് റൂമല്ലേ, അതിലിപ്പോൾ എന്താണിത്ര ഇരിക്കാൻ പോകുന്നത് എന്ന് കരുതി ആ പയ്യൻ വളരെ ലാഘവത്തോടെയാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെ അവൻ നെഞ്ചിടിപ്പ് നിന്നുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 6 പ്ലാസ്റ്റിക് ബാഗുകൾ അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓരോ പ്ലാസ്റ്റിക് ബാഗിലും ഓരോ പെൺകുട്ടിയുടെ വീതം മൃതദേഹങ്ങൾ കണ്ടതും അയ്യോ അമ്മയെന്ന് വിളിച്ച ആ പയ്യന്റെ ഒരു നിലവിളി. ഇവിടെ സീൻ കട്ട് ചെയ്ത് പിന്നീടൊരു പോലീസ് പട തന്നെ അവിടേക്ക് വരുന്നു. അതിൽ കാണിക്കുന്ന ആൺ പോലീസാണ് ചിത്രത്തിലെ നായകൻ. വരുന്ന ലേഡി പോലീസാണ് നായിക. നായകനും നായികയും തമ്മിലൊരു കണക്ഷനുണ്ട്. പ്രേമമാണോ എന്ന് ചോദിച്ചാൽ നായികയ്ക്ക് പ്രേമമൊന്നും സെറ്റാകില്ല. എന്നാലും ഒറ്റപ്പെടൽ അനുഭവപ്പെടാതിരിക്കാനാണ് നായകനുമായി ഒരു ബന്ധം സൂക്ഷിക്കുന്നത്. സീൻ കട്ട് ചെയ്താൽ നമ്മുടെ നായകനും നായികയും തമ്മിലുള്ള ഒരു രസകരമായ സംഭാഷണമാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഇന്നലെ രാത്രി പോലും ഇവർ രണ്ടാളും കൂടി ഒന്നിച്ചിരുന്ന് കപ്പലണ്ടിയൊക്കെ തിന്ന് നല്ല ഹാപ്പി ആയിട്ടിരുന്നതായിരുന്നു. എന്നാൽ ഈ കേസിലെ പുതിയ വിവരങ്ങൾ അറിഞ്ഞതും രാവിലെ നായകനോട് ഒരു വാക്കുപോലും പറയാതെ നായിക നേരെ ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ഇത് കണ്ട നായകൻ ചിരിച്ചുകൊണ്ട് നായികയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇന്നലെ രാത്രി രണ്ടാളും കൂടി ഒന്നിച്ചിരുന്ന് കപ്പലണ്ടിയൊക്കെ തിന്ന് നല്ല ഹാപ്പി ആയിട്ടിരുന്നതല്ലേ, എന്നിട്ട് രാവിലെ എന്നോട് ഒരു വാക്കുപോലും പറയാതെ ഇങ്ങനെ പാഞ്ഞു വരുന്നത് ന്യായമാണോ എന്ന്. നായകൻ തമാശ രൂപേണ ചോദിച്ചതാണെങ്കിലും നായികയാകെ സീരിയസ് ആണ്. ശരി, ഇപ്പോൾ ഇവിടെ എന്താണ് ഇത്ര വലിയ പ്രശ്നം എന്ന് നായകൻ ഗൗരവത്തിൽ ചോദിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വിവരം പുറത്തുവരുന്നത്. അവർ നിൽക്കുന്ന ആ പഴയ കെട്ടിടം വെറുമൊരു കെട്ടിടമല്ല. കൃത്യം 20 വർഷങ്ങൾക്ക് മുൻപ് അതൊരു മെന്റൽ ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റലിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട ആ 6 മമ്മികളെയും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഭ്രാന്താലയത്തിന്റെ ഇരുളടഞ്ഞ മുറികൾക്കുള്ളിൽ ഇത്രയും കാലം ആ മൃതദേഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നായകനൊന്ന് അമ്പരുന്നുണ്ട്. കഥയവിടെ കൂടുതൽ നിഗൂഢമാകുകയാണ്. 20 വർഷമായി ഇതാരും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഗാർഡനിലെ ഒരു ബേസ്മെന്റ് റൂം ആരോ രഹസ്യമായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ആ പയ്യൻ ഒരു പ്ലൈവുഡ് മാറ്റിക്കൊണ്ട് ഉള്ളിലേക്ക് പോയില്ലേ, ആ പ്ലൈവുഡാണ് ബേസ്മെന്റിലേക്കുള്ള ഡോർ. ഇതെല്ലാം സംസാരിച്ചുകൊണ്ട് നായകനും നായികയും താഴേക്ക് പോകുകയാണ്. അവിടെ പ്ലാസ്റ്റിക് ബാഗുകളിൽ 6 മൃതദേഹങ്ങൾ അടച്ചുവെച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു മൃതദേഹം മണ്ണിലടക്കം ചെയ്യുകയാണെന്ന് വെക്കുക. പുഴുക്കളും പ്രാണികളും ചേർന്ന് അതിനെ അഴുകിച്ചു നശിപ്പിക്കും. എന്നാൽ ഇതേ മൃതദേഹം ഒരു പ്ലാസ്റ്റിക് ബാഗിനുള്ളിലടച്ചാലോ? ശരീരം ഡീകമ്പോസ് ആകുമ്പോൾ, അതായത് അഴുകുമ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തുവരുന്ന ദ്രാവകങ്ങൾക്കൊന്നും പുറത്തുപോകാൻ വഴിയില്ലാതെ ആ പ്ലാസ്റ്റിക് ബാഗിൽ തന്നെ തങ്ങി നിൽക്കും. ഇവരെയെല്ലാം കൊന്നിട്ട് എത്ര ദിവസമായെന്ന് പോലും അറിയില്ല. മൃതദേഹങ്ങൾ അഴുകി കുഴഞ്ഞുപോയതുകൊണ്ട് കൊല്ലപ്പെട്ടതാരാണെന്ന് കണ്ടെത്തുന്നത് വളരെ പ്രയാസമാണ്. ശരി, മരിച്ചവരെ കണ്ടെത്താൻ വേണ്ടി ബേസ്മെന്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം ശേഖരിച്ചു. എല്ലാ സാധനങ്ങളും മുകളിൽ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണാൻ നമ്മുടെ കേഗണൻ കേസ് പോലെ തന്നെയുണ്ടല്ലോ എന്നൊരു ശബ്ദം. ആരാണെന്ന് നോക്കിയപ്പോൾ അദ്ദേഹം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. കേസിന് സഹായകരമാകുമെന്ന് കരുതി നായികയാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചത്. ഫോറൻസിക് ഉദ്യോഗസ്ഥനെ കണ്ടതും നായകനൊരു കലിപ്പ്. ആരാണിവൻ? വന്നപ്പോഴേ സ്കോർ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ സ്ഥാനം ഇവൻ തട്ടിയെടുക്കുമോ എന്നൊക്കെ നായകൻ വിചാരിക്കുന്നു. ബേസ്മെന്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്നൊന്നും മരിച്ച പെൺകുട്ടികൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോഴാണ് 6ാമത്തെ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഒരു മാല ലഭിക്കുന്നത്. അതിൽ അനബെല്ല ഗ്രേഞ്ചർ എന്ന് പേരെഴുതിയ ഒരു ലോക്കറ്റുള്ള ഒരു ചെയിൻ ഉണ്ടായിരുന്നു. അതൊരു വലിയ ആശ്വാസമായി.
6 പെൺകുട്ടികളിൽ ഒരാളെയെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ എന്ന് കരുതി പേരെല്ലാം വേഗം തന്നെ പ്രസ്സിൽ കൊടുക്കാൻ നിൽക്കണ്ട. ഗ്രേഞ്ചർ എന്നത് ആ പെൺകുട്ടിയുടെ കുടുംബ പേരായിരിക്കുമല്ലോ. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കൂ എന്ന് പറഞ്ഞത് തിരയാൻ ആവശ്യപ്പെട്ട നായിക പിന്നീട് സ്റ്റേഷനിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. ആ ഫോറൻസിക് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കേഗണൻ കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൾ പങ്കുവയ്ക്കുന്നു. കേഗണൻ കേസ് നടന്നത് 1992-ലാണ്. റോബർട്ട് ഉംബ്രിയാക്കോ എന്നു പേരുള്ള ഒരാൾ, അവൻ 17 വയസ്സുള്ള കാഥറിൻ എന്ന പെൺകുട്ടിയെ ഇപ്പോൾ എങ്ങനെയാണോ ഒരു ബേസ്മെന്റ് റൂമിൽ 6 പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചത്, അതേപോലെ മറ്റൊരു ബേസ്മെന്റ് റൂമിലിട്ട് 30 ദിവസം ആ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. പിന്നീട് ആ വഴി വന്ന ഒരു വേട്ടക്കാരുടെ സംഘം പെൺകുട്ടിയെ തടവിലാക്കിയ വിവരം കണ്ടെത്തി പോലീസിൽ പരാതിപ്പെട്ടു. റോബർട്ട് ഉംബ്രിയാക്കോയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവൻ 1998-ൽ ജയിലിൽ വെച്ച് മരിച്ചു. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ നടന്ന ഈ കൊലപാതകങ്ങൾ ചെയ്തത് റോബർട്ട് ഉംബ്രിയാക്കോ ആകാൻ ഒരു സാധ്യതയുമില്ല. ആ കേസും ഈ കേസും തമ്മിലുള്ള പൊതുവായ സാമ്യം കാഥറിനെയും ഉംബ്രിയാക്കോ ബേസ്മെന്റിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ഈ 6 പെൺകുട്ടികളെ കൊന്നവനും ബേസ്മെന്റ് റൂമിനുള്ളിലാണ് മൃതദേഹങ്ങൾ വെച്ചിരിക്കുന്നത്. ആ കുറ്റവാളിയെ എവിടെ പോയി കണ്ടെത്തുമെന്ന് ഒരു നിശ്ചയവുമില്ല. ആകെയുള്ള ഒരു തെളിവ് 6ാമത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേരായ അനബെല്ല ഗ്രേഞ്ചർ എന്നത് മാത്രമാണ്. ആ കുടുംബപേര് വെച്ച് നാട് മുഴുവൻ അരിച്ചുപറക്കിയിട്ടും ആരെയും കണ്ടെത്താനായില്ല. ഇനിയിപ്പോൾ ആ പേര് പത്രത്തിൽ നൽകുകയല്ലാതെ വേറെ വഴിയില്ല. ജനങ്ങൾ മുന്നോട്ട് വന്ന് എന്തെങ്കിലും സൂചനകൾ നൽകിയാൽ മാത്രമേ കേസ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെ പേര് പത്രത്തിൽ നൽകി. പേര് നൽകിയതേ ഓർമ്മയുള്ളൂ. 4 ഭാഗത്തു നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളികൾ പ്രവഹിക്കുകയാണ്. മുൻപ് പെൺകുട്ടികളെ കാണാതെയായ മാതാപിതാക്കളെല്ലാം മരിച്ച പെൺകുട്ടികളിൽ സ്വന്തം മകളുണ്ടാകുമോ എന്ന ആശങ്കയിൽ നിലവിളിച്ചുകൊണ്ട് ഫോൺ ചെയ്യുകയാണ്. ഈ സമയത്ത് മുറിയിൽ നായകനും നായികയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി വരുന്നു. "എന്താ മാഡം, മിസ്സിംഗ് കംപ്ലൈന്റ് വല്ലതും നൽകാനുണ്ടോ? ആൾക്കാർ പുറത്തുണ്ട്, അവിടെ പോയി നൽകൂ" എന്ന് നായിക പറഞ്ഞു. എന്നാൽ "അല്ല മാഡം, ഞാൻ പരാതി നൽകാൻ വന്നതല്ല, നിങ്ങൾക്കൊരു ഉഗ്രൻ ട്വിസ്റ്റ് നൽകാൻ വന്നതാണ്" എന്നവൾ മറുപടി നൽകുന്നു. ഏത് അനബെല്ല ഗ്രേഞ്ചർ മരിച്ചും എന്ന് കരുതിയാണോ അവളുടെ കുടുംബത്തെ തിരിയുന്നത്, ആ അനബെല്ല ഗ്രേഞ്ചർ ഞാനാണ് എന്നവൾ പറയുന്നു. മറ്റൊരു പ്രധാന കാര്യം, അവളെ കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തട്ടിക്കൊണ്ടുപോയ കാഥറിനെ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ നായകന് തോന്നുന്നു. അങ്ങനെ "ഞാനാണ് അനബെല്ല ഗ്രേഞ്ചർ" എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മുന്നിൽ വന്ന് നിൽക്കുന്നു. ആകെ കുഴപ്പമായല്ലോ. "എന്താ മോളെ നീ ഈ പറയുന്നത്?" എന്ന് ചോദിച്ചവൾ അവളോട് വിവരങ്ങൾ ചോദിക്കുന്നു. "സത്യമായിട്ടും ഞാനാണ് അനബെല്ല ഗ്രേഞ്ചർ. ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ ഈ നാട്ടിലായിരുന്നു താമസം. അതാരാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ദിവസവും എൻ്റെ വീട്ടുവാതിൽക്കൽ എനിക്കായി ആരോ ഓരോ സമ്മാനങ്ങൾ കൊണ്ടുവയ്ക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സമ്മാനമായി കിട്ടിയ മാലയാണത്. നിങ്ങൾ മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്ത മാല. എനിക്ക് ഇതുപോലുള്ള സമ്മാനങ്ങൾ വരുന്നത് കണ്ടാൽ എൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യം വരും. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വന്ന ഉടനെ അച്ഛൻ പറഞ്ഞു, "നമുക്കിനി ഈ നാട്ടിൽ നിന്നാൽ ശരിയാകില്ല മോളെ, വാ നമുക്ക് വേറെ നാട്ടിലേക്ക് പോകാം" എന്ന് പറഞ്ഞ് എന്നെ ധൃതിയിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അതുകൂടാതെ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം അദ്ദേഹം വാങ്ങിവെച്ചു. എല്ലാം കൊടുത്തുവെങ്കിലും ആ മാല മാത്രം ഞാൻ തിരിച്ചു കൊടുത്തില്ല. ഞങ്ങൾ നാടുവിടുകയല്ലേ. അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു ഓർമ്മയ്ക്കായി അവർക്ക് ഈ മാല കൊടുക്കാമെന്ന് കരുതി അനബെല്ല ഈ മാല ഡോറ എന്നു പേരുള്ള ഒരു പെൺകുട്ടിക്ക് സമ്മാനമായി കൊടുത്തു. ഇതുവെച്ച് നോക്കിയാൽ ഇപ്പോൾ മരിച്ച പെൺകുട്ടികളിൽ ഒരാൾ ആ ഡോറയാണ്. "ശരി മോളെ, നീ പറയുന്നത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. നിന്റെ പേര് അനബെല്ല ഗ്രേഞ്ചർ എന്നാണല്ലോ. പക്ഷെ നിന്റെ ഫാമിലി നെയിം വെച്ച് തെരഞ്ഞപ്പോൾ റെക്കോർഡുകളിലൊന്നും നിന്റെ പേര് കണ്ടില്ലല്ലോ. അതെന്താ?" എന്ന് നായിക ചോദിച്ചു. "അതും എൻ്റെ അച്ഛൻ ചെയ്ത ഓരോ പണികളാണ്. എൻ്റെ അച്ഛൻ ആരെയോ ഭയങ്കരമായി പേടിച്ചിരുന്നു. അതുകാരണം ഞങ്ങൾ ഓരോ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. ഞാൻ ഇവിടെ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോയത് മാത്രമല്ല, അവിടെ നിന്ന് അടുത്ത നാട്, പിന്നെ വേറെ നാട് എന്നിങ്ങനെ ഓരോ നാടായി മാറി മാറിപ്പോയി. പോകുന്ന നാടുകളിലെല്ലാം ഓരോരോ പുതിയ പേരുകൾ ഉപയോഗിച്ച് എൻ്റെ ജീവിതം മുഴുവൻ ഒരു യാത്രയായി മാറി. 2 വർഷം മുൻപ് ഒരു അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ എന്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷമാണ് എനിക്ക് ആ യാത്രകളിൽ നിന്നൊരു മോചനം ലഭിച്ചത്. ഞാനും ചോദിച്ചിട്ടുണ്ട്, "അച്ഛാ, നമ്മൾ ആരെ പേടിച്ചാണ് ഇങ്ങനെ ഓടുന്നത്? എന്തിനാണ് ഓരോ നാട് വിടുന്നതെന്ന്?" എത്ര തവണ ചോദിച്ചിട്ടും അച്ഛൻ പറഞ്ഞതേയില്ല. "എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും?" എന്ന് അനബെല്ല പറഞ്ഞു നിർത്തി. "മോളെ, നീ ഞങ്ങളെ കുഴപ്പിക്കുകയാണ്. നീ അനബെല്ലയാണെന്ന് പറയുന്നു, പക്ഷെ നിന്റെ കയ്യിൽ ഒരു തെളിവുമില്ല. ഫാമിലി ഫോട്ടോ ചോദിച്ചിട്ട് അതുമില്ലെന്ന് പറയുന്നു. ഞങ്ങൾ നിന്നെ എങ്ങനെ വിശ്വസിക്കും?"
എന്ന് നായിക ചോദിക്കുന്നു. നിങ്ങൾ പോലീസുകാരല്ലേ മാഡം? ഞാൻ ഈ നാട്ടിൽ താമസിച്ചിരുന്നപ്പോൾ ഏത് അഡ്രസ്സിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞുതരാം. നിങ്ങൾ അവിടെ പോയി അയൽക്കാരോട് അന്വേഷിച്ചു നോക്കൂ എന്ന് അനബെല്ല ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അനബെല്ല ഈ നാട് വിട്ടു പോയെന്ന് പറയുന്ന വർഷം 1994 മിസ്സിംഗ് പേഴ്സൺ ലിസ്റ്റ്, അതായത് കാണാതായവരുടെ പട്ടിക പരിശോധിച്ചപ്പോൾ 1994 അനബെല്ല നാട് വിട്ടു പോയതിന് പിന്നാലെ അവളുടെ അയൽപ്പക്കത്തെ പെൺകുട്ടിയായ ഡോറയെ കാണാതായെന്ന് പരാതി ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് 1992 റോബർട്ട് ഉംബ്രിയാക്കോ കാതറീൻ എന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് അയാൾ ജയിലിലായി. അതിനുശേഷം 1994 ആരോ അനബെല്ലയെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവൾ നാടുവിട്ടു പോയതോടെ കൊലയാളി അയൽപ്പക്കത്തെ പെൺകുട്ടിയായ ഡോറയെ തട്ടിക്കൊണ്ടുപോയി കൊന്നു. തന്നെ പിന്തുടർന്നത് ആരാണെന്ന് അനബെല്ലയ്ക്ക് അറിയില്ലായിരുന്നെങ്കിലും കൊലയാളിക്ക് അനബെല്ലയെ അറിയാമായിരുന്നു. അതാരായിരിക്കും എന്ന ആലോചനയോടെ നായകനും നായികയും അനബെല്ല പറഞ്ഞ അഡ്രസ്സിലേക്ക് പോകുന്നു. അവിടെ അടുത്ത വീട്ടിലെ ഒരു അങ്കിളിനോട് അനബെല്ലയുടെ അച്ഛന്റെ പേര് പറഞ്ഞതും, അയ്യോ, ആ ഭ്രാന്തൻ പയ്യനോ? അവന്റെ കുടുംബം ഈ തെരുവിലുള്ളിടത്തോളം കാലം ഈ തെരുവിനെ അവരൊരു പരുവുമാക്കി. എപ്പോഴും തന്റെ മകളെ ആരോ പിന്തുടരുന്നുണ്ടെന്നും മകൾക്കായി വീട്ടുവാതിൽക്കൽ ആരോ സമ്മാനങ്ങൾ വെക്കുന്നുണ്ടെന്നും പറഞ്ഞ് പോലീസ് തന്റെ സ്വന്തം ബന്ധുക്കളെ പോലെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തു വരുത്തുമായിരുന്നു എന്ന് അങ്കിൾ പറഞ്ഞു. എപ്പോഴും പോലീസും അയാളും തമ്മിൽ തർക്കമായിരുന്നു. അനബെല്ലയുടെ അച്ഛൻ പറയുന്നത് ഞങ്ങൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ഒരു ഘട്ടം വരെ അങ്ങനെയായിരുന്നു. അവരുടെ വീടിന് തൊട്ട് എതിർവശത്തുള്ള ഒരു ആന്റി ഉണ്ടായിരുന്നു. അവരുടെ വീടിന്റെ മുകളിൽ എലിശല്യം കൂടുതലായിരുന്നു. അത് വലിയ എലികളായിരിക്കുമെന്ന് തോന്നുന്നു. വലിയ ശബ്ദങ്ങളെല്ലാം ഉണ്ടാക്കി എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ അവർ പരാതിപ്പെട്ടു. ആൾക്കാർ വന്ന് പരിശോധിച്ചപ്പോഴാണ് ആ സത്യമറിഞ്ഞത്. അവിടെ ഉണ്ടായിരുന്നത് എലികളല്ലായിരുന്നു. ആ വീട്ടിലെ ആന്റി പോലും അറിയാതെ കുറേ നാളുകളായി മുകളിലത്തെ ഒരു ചെറിയ മുറിക്കുള്ളിൽ ആരോ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ ഒരാൾക്ക് താമസിക്കാൻ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. കിടക്കാൻ പായ, തലേണ, ബ്രഷ്, സോപ്പ്, ബാത്റൂം ആവശ്യങ്ങൾക്കായി ഒരു ബക്കറ്റ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ താമസിച്ചിരുന്ന ആളെ കണ്ടെത്താനായില്ല. പ്രധാനമായും അവിടെ താമസിച്ചിരുന്നവന്റെ ലക്ഷ്യം അനബെല്ലയുടെ വീടായിരുന്നു. അനബെല്ല അവളുടെ വീടിന്റെ ജനലിന്റെ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളെല്ലാം അവൻ ഫോട്ടോ എടുത്തു വച്ചിരുന്നു. അത് പോലീസിൽ തെളിവായി ലഭിക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷമാണ് അനബെല്ലയുടെ അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് നാട്ടുകാർക്ക് ബോധ്യമായത്. ഉടനെ തന്നെ അനബെല്ലയും കൂട്ടി ആ നാട് വിട്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ കൊലയാളി അനബെല്ലയെ തന്നെയായിരുന്നു നോട്ടമിട്ടിരുന്നത്. അനബെല്ല പോയതോടെ ആ ദേഷ്യത്തിലോ അല്ലെങ്കിൽ അവൾക്ക് പകരമായോ അവൻ അടുത്ത വീട്ടിലെ പെൺകുട്ടിയായ ഡോറയെ തട്ടിക്കൊണ്ടുപോയി കൊന്നു. ശരി, അതൊരു വശത്തിരിക്കട്ടെ. ഇനിയും അനബെല്ലയുടെ അച്ഛൻ ആരാണെന്ന് പൂർണ്ണമായും വ്യക്തമല്ലല്ലോ. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു എന്ന് അനബെല്ല തന്നെ പറഞ്ഞിട്ടുണ്ട്. നായികയുടെ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി അനബെല്ലയുടെ അച്ഛനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ആരുമായും വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. ആകെ ഒരു മാത്തമാറ്റിക്സ് അധ്യാപകനുമായി മാത്രമാണ് അദ്ദേഹം വളരെ അടുപ്പത്തിലിടപഴകിയത്. ആ ടീച്ചറോട് സംസാരിക്കാമെന്ന് കരുതി ചെന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ല. ഒരു കോൺഫറൻസിനായി വിദേശത്തു പോയിരിക്കുകയാണ്. അടുത്ത ആഴ്ചയെ വരൂ. ഇതിനിടയിൽ റോബർട്ട് ഉംബ്രിയാക്കോ തട്ടിക്കൊണ്ടുപോയ ആ കാതറീൻ ഉണ്ടല്ലോ, അവൾ അനബെല്ലയെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം 1992 തട്ടിക്കൊണ്ടുപോകപ്പെട്ട അവൾ ഇവനാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന അടയാളം കാണിച്ചുകൊടുത്ത് റോബർട്ട് ഉംബ്രിയാക്കോയെ പിടിക്കാൻ 2 വർഷമെടുത്തു. 1994 അവനെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെയിരിക്കെ 1994 മുൻപ് അവനായിരിക്കുമോ അനബെല്ലയെ പിന്തുടർന്നത്? അവരോ എന്നെപ്പോലെ മറ്റുള്ളവരെയും തട്ടിക്കൊണ്ടുപോയോ എന്നറിയാൻ കാതറിനൊരു ആകാംക്ഷ. നമുക്കുണ്ടായ അതേ പ്രശ്നം ബാക്കിയുള്ളവർക്കുമുണ്ടായെന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ സന്തോഷമുണ്ടല്ലോ, ആ ഒരു മാനസികാവസ്ഥ. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അനബെല്ല താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് നായകൻ പോകുന്നു. അവിടെ അനബെല്ല എല്ലാവരോടും വളരെ സാധാരണമായി ഇടപഴകുകയാണ്. ഡെലിവറി ബോയ് മുതൽ അയൽപ്പക്കത്തെ മുത്തശ്ശി വരെ മുകളിലും താഴെയുമുള്ള എല്ലാവർക്കും അവൾക്ക് നല്ല ബന്ധമാണ്. കൊള്ളാലോ മോളെ, നീ ഇത്രയധികം സോഷ്യലാണോ? ശരി, നിന്നോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാം. നായകൻ ആദ്യം ഈ വിഷയം അവതരിപ്പിക്കാതെ അവർ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അനബെല്ല തന്റെ കൂട്ടുകാരിയായ ഡോറയുടെ മൃതദേഹം കിട്ടിയ ആ ബേസ്മെന്റ് റൂം കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തിനാണ് മോളെ നിനക്ക് ആവശ്യമില്ലാത്ത പണി? നിന്റെ കൂട്ടുകാരിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളുമായി ജീവിക്കാൻ ശ്രമിക്കൂ. ഇത് കണ്ടാൽ നിനക്ക് അനാവശ്യ സങ്കടമേ ഉണ്ടാവൂ എന്ന് നായകൻ പറഞ്ഞു. തുടർന്ന് കാതറീൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് നായകൻ ചോദിക്കുന്നു. നിങ്ങൾ എത്ര സാമർഥ്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ സമ്മതിക്കില്ല, പക്ഷെ നിങ്ങൾ പറയുന്നത് മാത്രം ഞാൻ സമ്മതിക്കണമെന്നാണോ? അത് പറ്റില്ല. നിങ്ങൾ എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ആ പെൺകുട്ടിയെ കാണാൻ തയ്യാറാണെന്ന് സമ്മതിക്കാം എന്നു പറഞ്ഞ് അവൾ വാശി പിടിക്കുന്നു. പിന്നെ നിന്റെ വിധിയെ മാറ്റാൻ ആർക്ക് കഴിയും? വാ പോകാം എന്നു പറഞ്ഞ് അടുത്ത ദിവസം തന്നെ മൃതദേഹങ്ങൾ കിട്ടിയ സ്ഥലത്തേക്ക് അനബെല്ലയെ കൊണ്ടുപോയി. അവിടെ കൊലയാളി കുറെ മന്ത്രവാദ പാവകളെല്ലാം തൂക്കിയിട്ടിരുന്നു. അതൊക്കെ കാണാൻ അനബെല്ലയ്ക്ക് കുട്ടിക്കാലത്ത് കിട്ടിയ സമ്മാനങ്ങൾ പോലെ തന്നെയുണ്ട്. തന്റെ കൂട്ടുകാരി ഡോറയെ ഇത്രയും ക്രൂരമായ ഒരിടത്ത് വെച്ചാണല്ലോ കൊന്നതെന്നോർത്ത് അവൾ വിങ്ങിക്കരയുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ട, നിനക്ക് വിഷമമാകുമെന്ന് എന്ന് നായകൻ പറയാണ്.
അത് കേൾക്കാതെ മുകളിലേക്ക് വന്നതും പൊടുന്നനെ അവൾ തല കറങ്ങി വീഴാൻ പോകുന്നു. നമ്മുടെ നായകൻ അത് കണ്ടതും ഓടി വന്ന് അവളെ താങ്ങിപ്പിടിക്കുന്നുണ്ട്. നായകൻ അവളോട് കാണിക്കുന്ന ആ ഒരു കരുതൽ കാണുമ്പോൾ നായികയുടെ ഉള്ളിൽ ചെറിയൊരു അസൂയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവളിങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നലെ രാത്രി വരെ ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, ഇന്ന് പെട്ടെന്ന് ഈ പെണ്ണുമായിട്ട് ഇത്രയ്ക്കടുപ്പമോ? ഇതിൻ്റെ പിന്നിൽ വല്ല രഹസ്യവുമുണ്ടോ? അവരിങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ചാൾസ് മാർവിൻ എന്നു പേരുള്ള ഒരാൾ കടന്നുവരുന്നത്. ഈ കേസ് തുടങ്ങിയതു മുതൽ അയാൾ നായികയോടെന്തോ കാര്യമായി സംസാരിക്കാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മൃതദേഹങ്ങൾ ലഭിച്ച ബേസ്മെന്റ് റൂം 20 വർഷം മുൻപ് ഒരു മെന്റൽ ഹോസ്പിറ്റൽ കെട്ടിടമായിരുന്നുവല്ലോ. ആ സമയത്ത് ഹോസ്പിറ്റൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാൾസ് അവിടെ ജോലി ചെയ്തിരുന്നയാളാണ്. ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പണ്ട് ജോലി ചെയ്ത ഒരു സ്ഥലത്തിന്റെ ബേസ്മെന്റിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം 1 അല്ല 2 അല്ല 6 മൃതദേഹങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകുമല്ലോ. ആ പേടിയും പരിഭ്രമവുമൊക്കെ ചാൾസിന്റെ മുഖത്തുണ്ട്. അയാൾ വന്നത് സത്യത്തിൽ നായികയുടെ അന്വേഷണത്തിന് വലിയൊരു പ്ലസ് പോയിന്റാണ്. കാരണം ഈ കെട്ടിടത്തിന്റെ അടിയിൽ ഇങ്ങനെ ഒരു രഹസ്യ ബേസ്മെന്റ് മുറി ഉണ്ടെന്ന കാര്യം അവിടെ ജോലി ചെയ്തിരുന്നവർക്കോ അല്ലെങ്കിൽ അവിടുത്തെ രോഗികൾക്കോ മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. പുറത്തുള്ള ഒരാൾ വന്ന് അവിടെ കൊലപാതകം നടത്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ടുതന്നെ ആ പഴയ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെയോ പേഷ്യൻസിനെയോ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ കൊലയാളിയിലേക്ക് എത്താമെന്ന് നായികയ്ക്കൊരു ഐഡിയ കിട്ടുകയാണ്. അങ്ങനെ നമ്മുടെ നായിക ചാൾസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാണ്. ഈ ഹോസ്പിറ്റലിൽ ആരെയാണ് സംശയിക്കേണ്ടത്? അവിടെ ജോലി ചെയ്തവരെയോ അതോ അവിടുത്തെ രോഗികളെയോ എന്ന നായികയുടെ ചോദ്യത്തിന് ചാൾസ് നൽകുന്ന മറുപടി ആരെയും ഒന്ന് അമ്പരപ്പിക്കും. അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, മാഡം, അവിടെ രോഗികളെന്നോ അറ്റൻഡർമാരെന്നോ വ്യത്യാസമില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ഒന്നുതന്നെയായിരുന്നു. വർഷങ്ങളോളം ആ ഭ്രാന്താലയത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന് ഭ്രാന്തന്മാരെ തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ ആർക്കും ഭ്രാന്ത് പിടിച്ചുപോകും. ഇതിനിടയിലാണ് 1985 അവിടെ നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ച് അയാൾ വെളിപ്പെടുത്തുന്നത്. അന്ന് അവിടുത്തെ ഒരു നേഴ്സിനെ ആരോ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി കൊന്നുതള്ളി. അന്ന് എല്ലാവരും സംശയിച്ചിരുന്നത് ക്രിസ്റ്റഫർ ഹീലോ എന്ന രോഗിയെയായിരുന്നു. പണം വാരുന്ന ഒരു വലിയ കുടുംബത്തിലെ പയ്യനായിരുന്നു അവൻ. അവനവിടെ വന്ന കാലം മുതൽ ഹോസ്പിറ്റലിലെ മയക്കുമരുന്നുകളെല്ലാം മോഷ്ടിച്ച് ജീവനക്കാരുടെ ഭക്ഷണത്തിൽ കലർത്തി എല്ലാവരെയും മയക്കിക്കിടത്തും. അങ്ങനെ എല്ലാവരെയും മയക്കിക്കിടത്തിയിട്ടാണ് അവൻ ആ നേഴ്സിനെ കൊന്നതെന്നെല്ലാവരും വിശ്വസിച്ചു. പക്ഷെ ചാൾസ് പറയുന്നത്, ക്രിസ്റ്റഫർ വെറുമൊരു പയ്യനാണ് മാഡം, അവൻ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. എനിക്ക് വേറൊരാളുടെ മേലാണ് മാഡം സംശയം. അവൻ്റെ പേര് ആദം. പക്ഷെ അവനൊരു രോഗിയല്ല, ഹോസ്പിറ്റലിൽ എന്നെപ്പോലെ തന്നെ ഒരു അറ്റൻഡറായി ജോലി ചെയ്തിരുന്നവനാണ്. അവൻ എന്തായിരുന്നു കുഴപ്പമെന്നോ? ഹോസ്പിറ്റലിലെ മാനസിക നില തെറ്റിയൊരു രോഗിയുടെ പുറകെ അവൻ എപ്പോഴും നടക്കുമായിരുന്നു മാഡം. നേഴ്സ് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തതുകൊണ്ടാണോ അവനിത് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ കേസ് പുറത്തു വന്നപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ചാൾസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നായിക ഒരു ആവശ്യത്തിനായി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഉള്ളിലുള്ള നായകനും ഫോറൻസിക് ഉദ്യോഗസ്ഥനും ആ ഹോസ്പിറ്റലിൽ വേറെന്തെങ്കിലും വ്യത്യസ്തമായി തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതിനപ്പുറം വ്യത്യസ്തമായി എന്തു പറയാനാണ്? ബെഞ്ചമിൻ എന്ന മറ്റൊരു പയ്യനുണ്ടായിരുന്നു. ഒരു ദിവസം അഡ്രസ് ഒന്നുമില്ലാതെ നടുറോട്ടിൽ നിൽക്കുന്നത് കണ്ട് പോലീസ് അവനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ വിട്ടതാണ്. അവനൊരു മൃഗത്തെപ്പോലെയാണ്, ആരുമായും അടുക്കില്ല, വളരെ ശാന്തനായിരിക്കും, ഒരു സൈലന്റ് സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാം. ചാൾസ് പറഞ്ഞു നിർത്തിയതും, ശരി, നിന്റെ സഹായത്തിന് വലിയ നന്ദി, നിന്റെ അഡ്രസ്സ് നൽകിയിട്ട് പോകൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എന്ന് നായിക പറയുന്നു. എന്നെ കണ്ടെത്തുന്നത് അത്ര വലിയ പ്രയാസമൊന്നുമില്ല, നമ്മുടെ വള്ളലാർ സ്ട്രീറ്റിലേക്ക് വന്നാ മതി. അവിടെയുള്ള പാവപ്പെട്ടവർക്ക് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ അന്നദാനം നടത്തിക്കൊണ്ട് അവിടെ തന്നെ കാണും എന്ന് ചാൾസ് മറുപടി നൽകുന്നു. നിങ്ങൾക്കെന്നെ അവിടെ കാണാം എന്ന് പറഞ്ഞ് അയാൾ പുറത്തേക്ക് വരുമ്പോൾ അനബെല്ലയും സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. അന്ന് തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെട്ട ഡോറയുടെ അമ്മ അനബെല്ലയെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ കാര്യം നായിക അനബെല്ലയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന ചാൾസ് ചോദിക്കുന്നത്, മോളെ, ഞാൻ നിന്നെ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ രണ്ടാളും ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് എന്ന്. എന്നാൽ ഇല്ലല്ലോ, എനിക്കങ്ങനെ തോന്നുന്നില്ല എന്ന് അനബെല്ല മറുപടി നൽകി. അതോടെ അയാൾ അവിടെ നിന്ന് പോയി. ചാൾസ് ജോലി ചെയ്തിരുന്നത് മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. ഒരുപക്ഷെ അനബെല്ലയോ അനബെല്ലയുടെ അച്ഛനോ അവിടെ പോയിട്ടുണ്ടാകുമോ? അതുകൊണ്ടാണോ ചാൾസിന് ആ മുഖം പരിചയം തോന്നിയത് എന്ന് നായികയ്ക്കൊരു സംശയമുണ്ടായി. പക്ഷെ അനബെല്ല പറഞ്ഞത് അവൾ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് പോലും പോയിട്ടില്ല എന്നാണ്. സാരമില്ല, പോട്ടെ, ഇപ്പോൾ വാ, നമുക്ക് ഡോറയുടെ അമ്മയെ കാണാമെന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് പോകുന്നു. അവിടെ എത്തിയപ്പോൾ പാവം അവർ മകളെ നഷ്ടപ്പെട്ട വിഷമകഥകളെല്ലാം പറഞ്ഞ് അന്നത്തെ ഫോട്ടോകളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അതിലൊരു ഫോട്ടോയിൽ അനബെല്ല, അനബെല്ലയുടെ അച്ഛൻ, ഡോറ, ഡോറയുടെ അമ്മ എന്നിവർ ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങളായി സ്വന്തം കുടുംബത്തെ സംബന്ധിച്ച ഒരു ഫോട്ടോ പോലും കൈവശമില്ലാതിരുന്ന അനബെല്ലയ്ക്ക് അത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. ഞാനിതൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ച് അവൾ ആ ഫോട്ടോ വാങ്ങുന്നു.
ഇത് കഴിഞ്ഞ് നേരത്തെ ചാൾസ് പറഞ്ഞ ആദം എന്നൊരാളുണ്ടല്ലോ, അന്നത്തെ കൊലപാതകത്തിൽ അവന് പങ്കുണ്ടാകുമെന്ന് സംശയിച്ചത്. അവൻ തന്നെയാണോ ഈ കൊലപാതകങ്ങളും ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, കഷ്ടകാലമെന്ന് പറയട്ടെ, ഡോറയെ കാണാതാകുന്നതിന് 1 വർഷം മുൻപേ ആദം മരിച്ചുപോയിരുന്നു എന്നാണ്. അപ്പോൾ അവൻ കൊലയാളിയല്ല. പിന്നെ ആരായിരിക്കുമെന്ന ആലോചന തുടരുന്നതിനിടെ കാത്രിൻ അനബെല്ലയെ കാണണമെന്നാവശ്യപ്പെട്ടതനുസരിച്ച് നായകൻ, നായിക, ഫോറൻസിക് ഉദ്യോഗസ്ഥൻ, അനബെല്ല എന്നിവരെല്ലാം കാത്രിന്റെ വീട്ടിലേക്ക് പോകുന്നു. അതൊരു വീടല്ല, ഒരു കൊട്ടാരം പോലെയാണിരിക്കുന്നത്. അവൾ വലിയൊരു വീട്ടിലെ ഒരാളെ കല്യാണം കഴിച്ച് സെറ്റിലായെന്ന് തോന്നുന്നു. ഇപ്പോൾ അവളെ കാണാൻ പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവൾ റോബർട്ട് ഉംബ്രിയാക്കോയാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം ഇവനാണ് എന്നെ തട്ടിക്കൊണ്ടുപോയ ക്രൂരമായി ഉപദ്രവിച്ചത് എന്ന് അവൾ നൽകിയ അടയാളങ്ങൾ വെച്ചാണ് റോബർട്ട് ഉംബ്രിയാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് കാത്രിന് 17 വയസ്സായിരുന്നു. വലിയൊരു മാനസികാഘാതത്തിൽ നിന്നാണ് അവൾ പുറത്തു വന്നത്. ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് കൃത്യമായി ഓർമ്മയില്ലാതെ അവൾ ആരോ ഒരാളെ ചൂണ്ടിക്കാണിക്കുകയും യഥാർത്ഥ പ്രതി പിടിയിലാകാതെ പുറത്തുനിന്ന് അടുത്ത 6 കൊലപാതകങ്ങൾ കൂടി ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു ചെറിയ സംശയമുണ്ട് നായികയ്ക്ക്. അതുകൊണ്ടുതന്നെ നായിക കാത്രിനോട് ചോദിക്കുന്നു, നിനക്കെന്നാം നന്നായി ഓർമ്മയുണ്ടോ മോളെ? നീ കൃത്യമായ ആളെ തന്നെയാണോ കാണിച്ചു തന്നത്? അത് ചോദിച്ചതും അവൾ പൊട്ടിത്തെറിച്ചു. പിന്നെ പറയാതിരിക്കുമോ? 30 ദിവസം അവന്റെ കൈകളിൽ അകപ്പെട്ടു കിടന്നത് ഞാനല്ലേ? ഒരു ഭ്രാന്തനെപ്പോലെ അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോരോ ജോലികളും അവൻ തന്നു. അവന്റെ കൈകൊണ്ട് തന്നെയാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അവൻ തന്ന പീഡനങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചു. ഇപ്പോഴും അവൻ എന്നെ എവിടെയൊക്കെ തൊട്ടോ ആ ഭാഗങ്ങളെല്ലാം തീ പോലെ പൊള്ളുകയാണ്. അങ്ങനെയിരിക്കുമ്പോൾ ഞാനവനെ കണ്ടാൽ എനിക്ക് മനസ്സിലാകാതിരിക്കുമോ? അവൻ കാരണം ഞാൻ മാത്രമല്ലേ, അതോ ഈ പെൺകുട്ടിയും ഇരയായതാണോ എന്ന് ചോദിക്കാൻ വിളിച്ചിട്ട് ഇപ്പോൾ എന്നെ അപമാനിക്കുകയാണല്ലേ? ദയവായി എല്ലാവരും പുറത്തുപോകൂ, എനിക്ക് വലിയ വിഷമം തോന്നുന്നു എന്ന് കരഞ്ഞുകൊണ്ട് കാത്രിൻ പറഞ്ഞു. ഇത് കണ്ട അനബെല്ല അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു. രണ്ടുപേരും കുറച്ചുനേരം സംസാരിച്ച ശേഷം അനബെല്ല തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അവളുടെ കയ്യിലിരുന്ന ഹാൻഡ് ബാഗ് അബദ്ധത്തിൽ താഴെ വീഴുന്നു. കഴിഞ്ഞ സീനിൽ ഡോറയുടെ വീട്ടിൽ നിന്ന് അനബെല്ല, അനബെല്ലയുടെ അച്ഛൻ, ഡോറയുടെ അമ്മ, ഡോറ എന്നിവരൊരുമിച്ചുള്ള ആ ഫോട്ടോ അനബെല്ല വാങ്ങിയിരുന്നല്ലോ. താഴെ വീണ ആ ഫോട്ടോ കാത്രിൻ കണ്ടപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അനബെല്ല തന്റെ അച്ഛനൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണെന്നല്ലാണോ പറഞ്ഞത്? അന്വേഷണ ഉദ്യോഗസ്ഥരും അതുതന്നെയാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഫോട്ടോ കണ്ട കാത്രിൻ പറയുന്നു, ഒരിക്കലുമല്ല, നിന്റെ അച്ഛൻ പ്രൊഫസറേയല്ല, അദ്ദേഹം ഒരു FBI ഏജന്റാണ്. ഞാൻ ഉംബ്രിയാക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഒരു FBI ഏജന്റായി വന്ന അദ്ദേഹം എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതെനിക്ക് മറക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് അവളൊരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. അതിന്റെ ഫ്ലാഷ്ബാക്കും അവൾ പറയുന്നുണ്ട്. എന്തോ കാരണത്താൽ പ്രൊഫസറായിരുന്ന അനബെല്ലയുടെ അച്ഛൻ ഒരു FBI ഏജന്റായി വേഷം കെട്ടി കാത്രിനോട് സംസാരിച്ചിട്ടുണ്ട്. ആരോ ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട്, മോളെ, ഇത് നല്ലോണം നോക്ക്, ഇവനാണോ നിന്നെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചത്? നിന്നെ തട്ടിക്കൊണ്ടുപോയവൻ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? അവൻ എന്തൊക്കെയാണ് നിന്നോട് ചെയ്തത് എന്നിങ്ങനെ അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ചോദിച്ചറിഞ്ഞിരുന്നു. ഈ വെളിപ്പെടുത്തൽ വെച്ച് നമുക്കും ചില കാര്യങ്ങൾ തോന്നിത്തുടങ്ങാം. കാത്രിന്റെ സംഭവം നടന്നത് 1992-ലാണ്. അനബെല്ലയുടെ അച്ഛൻ കാത്രിന് സംഭവിച്ചതെല്ലാം ചോദിച്ചറിഞ്ഞിരുന്നു. കാത്രിനെ ബേസ്മെന്റ് റൂമിലിട്ട് എങ്ങനെയൊക്കെയാണ് പീഡിപ്പിച്ചത് എന്ന് അനബെല്ലയുടെ അച്ഛന് മനസ്സിലായി. അപ്പോൾ ഇതേ ടെക്നിക്, ഈ പാറ്റേൺ ഉപയോഗിച്ച് അനബെല്ലയുടെ അച്ഛൻ തന്നെ 6 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബേസ്മെന്റ് റൂമിലിട്ട് കൊന്ന് കെട്ടിത്തൂക്കിക്കൂടെ എന്നൊരു ചെറിയ സംശയമുണ്ട് നായികയ്ക്ക്. 1 വർഷം മുൻപാണ് തന്റെ അച്ഛൻ മരിച്ചതെന്നാണ് അനബെല്ല പറയുന്നത്. അതുപോലും ആ മനുഷ്യൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്നായിരിക്കാം. കാരണം അപ്പാർട്ട്മെന്റിലെ തീപിടുത്തത്തിൽ മരിച്ചയാളെ തിരിച്ചറിയാൻ സഹായിച്ചതാകെ ഒരു മോതിരം മാത്രമാണ്. ആ മോതിരം കണ്ടാണ് തന്റെ അച്ഛനാണെന്ന് അനബെല്ല തിരിച്ചറിഞ്ഞത്. വേറെ ആരുടെയെങ്കിലും മൃതദേഹത്തിൽ മോതിരം മാറ്റിയിട്ടതാണെങ്കിലോ എന്ന് പോലീസുകാർക്ക് എല്ലാ രീതിയിലും ചിന്തിക്കണമല്ലോ. അങ്ങനെ ഇപ്പോൾ അവർ അനബെല്ലയുടെ അച്ഛനെ സംശയിക്കുന്നു. അയാൾ ഇനിയും ജീവനോടെ ഉണ്ടാവുമോ? അയാളാണോ ഈ 6 കൊലപാതകങ്ങളും ചെയ്തത്? മറ്റൊരു വശത്ത് രാത്രി സമയത്ത് അനബെല്ല നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആരോ അവളെ ലക്ഷ്യമാക്കി നടന്നുവരുന്നു. പേടിച്ചു വിറച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഡെലിവറി മാനാണ്. അയാൾ ആ അപ്പാർട്ട്മെന്റിലെ മെയിന്റനൻസ് മാൻ കൂടിയാണ്. എന്താ മോളെ, നീ കൊച്ചുകുട്ടികളെപ്പോലെ പേടിക്കുന്നത്? നീ ഓർഡർ ചെയ്തൊരു സാധനം വന്നിരുന്നു, അത് തരാൻ വന്നതാണെന്ന് ചിരിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും സംശയിക്കണം. അതാണല്ലോ പോലീസിന്റെ ജോലി. ചാൾസ് പറഞ്ഞ ക്രിസ്റ്റഫർ ഹീലോ ഇപ്പോഴെവിടെയാണെന്നറിയില്ല. അവനെ പിടിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവന്റെ കുടുംബത്തെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പണക്കാരായതുകൊണ്ട് അവർ വക്കീലുമായാണ് വന്നത്. സ്റ്റേഷനിൽ ആ കുടുംബവും നായികയും തമ്മിൽ മീറ്റിംഗ് നടക്കുന്നു. ക്രിസ്റ്റഫർ ഹീലോ ആരാണ്? അവൻ എന്തിനാണ് മെന്റൽ ഹോസ്പിറ്റലിൽ പോയത് എന്ന് നായിക ചോദിക്കുന്നു.
അവനെക്കുറിച്ച് എന്തിനാണ് ചോദിക്കുന്നത്? അവനെ അപ്പോഴേ കൊല്ലണമായിരുന്നു. 12 വയസ്സുവരെ വളർത്തി. പാവം പയ്യൻ, ചെറിയ കുട്ടിയായിരുന്നല്ലോ എന്നാ കുടുംബം പറയുന്നു. എനിക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായി ഇടയ്ക്കിടെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. അവനെ നോക്കാൻ ഒരാൾ വേണമെന്ന് കരുതി ഒരു നാനിയെ ഏർപ്പാടാക്കി. ഞാനും എൻ്റെ ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്ത് അന്നെൻ്റെ മകന് 12 വയസ്സേ ഉള്ളൂ. അവൻ ആ നാനിയുമായി ചില അരുതാത്ത കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ പിടിയിലായി. ഉടനെ ഞാൻ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പക്ഷെ ആ നാനി പോയെങ്കിലും എൻ്റെ മകന് അവളോടുള്ള താൽപ്പര്യം മാത്രം കുറഞ്ഞില്ല. ക്രിസ്റ്റഫറിന്റെ അച്ഛൻ ഇത് പറയുമ്പോൾ ആ നാനിയും നമ്മൾ കണ്ട കാതറിനും അനബെല്ലയും കാണാൻ ഒരുപോലെയാണെന്ന് മുഖങ്ങൾ മാറ്റി കാണിച്ച് സിനിമയിൽ നമ്മളെ വരെ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷവും ക്രിസ്റ്റഫർ യാതൊരു മാറ്റവുമില്ലാതെയാണ് നടന്നിരുന്നത്. വീണ്ടും ഒരു ദിവസം ക്രിസ്റ്റഫറിന്റെ അച്ഛനും അമ്മയും പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയിൽ അവരുടെ ശ്വാസം നിലച്ചുപോയി. വേറെ ആരെയും കിട്ടാതെ ഒടുവിൽ അവൻ സ്വന്തം അനിയത്തിയോട് തന്നെ മോശമായി പെരുമാറുകയായിരുന്നു. അച്ഛനും അമ്മയും നേരിട്ട് കണ്ടിട്ട് പോലും അവന് ഒരു കുറ്റബോധവുമില്ലായിരുന്നു. പകരം അനിയത്തിയെ തന്റെ കൂടെ തനിച്ചാക്കി പോയതിന് അവൻ അവരോട് നന്ദി പറയുകയാണ് ചെയ്തത്. അവനെ അവിടെ തന്നെ തല്ലിക്കൊല്ലേണ്ടതായിരുന്നു. പക്ഷെ സ്വന്തം മകനായിപ്പോയല്ലോ എന്ന് കരുതി അവനെ മെന്റൽ ഹോസ്പിറ്റലിൽ ചേർത്തു. ക്രിസ്റ്റഫറിന്റെ അച്ഛൻ ഇത് പറഞ്ഞപ്പോൾ നായിക ചോദിച്ചു, നിൽക്കൂ, പക്ഷേ ഹോസ്പിറ്റൽ റെക്കോർഡുകളിൽ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം അഥവാ വോളണ്ടറി വന്നതാണെന്നാണല്ലോ ഉള്ളത്. ചേരുന്ന സമയത്ത് അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? അതിന് അച്ഛൻ നൽകിയ മറുപടി ഇതായിരുന്നു, അതെല്ലാം ഞാനുണ്ടാക്കിയ ഒരു ഡീലായിരുന്നു മാഡം. അവൻ ചെയ്ത പാപത്തിന് ഒന്നുകിൽ പോലീസിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ ചേർക്കണം. പോകാൻ പറഞ്ഞപ്പോൾ അവൻ ആദ്യം സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാനൊരു വഴി കണ്ടെത്തി. നീ കുറച്ചുകാലം ഹോസ്പിറ്റലിൽ പോയി നിൽക്കുകയാണെങ്കിൽ നിനക്ക് പക്വത ഒന്ന് പുറത്തിറങ്ങുമ്പോൾ, അതായത് നിനക്ക് 28 വയസ്സാകുമ്പോൾ നിന്റെ വല്യച്ഛൻ്റെ എസ്റ്റേറ്റ് നിനക്ക് നൽകാമെന്ന് ഞാൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് തന്നെ അതിൻ്റെ മൂല്യം 15 മില്യണായിരുന്നു. അത് നിനക്ക് തന്നെ തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്ക് ജനിച്ചവന് പണത്തോടുള്ള ആർത്തിയില്ലാതിരിക്കുമോ? പണത്തിനാഗ്രഹിച്ചുകൊണ്ട് അവൻ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഹോസ്പിറ്റലിലേക്ക് പോയി. ആ നാനി അതിനുശേഷം എന്തു ചെയ്തു, എങ്ങോട്ട് പോയി എന്നൊന്നും എനിക്കിതുവരെ അറിയില്ല എന്ന് ക്രിസ്റ്റഫറിന്റെ അച്ഛൻ പറയേണ്ടതെല്ലാം പറഞ്ഞു. പോലീസ് ക്രിസ്റ്റഫറിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ച അതേ ഹോസ്പിറ്റലിൽ അവൻ രോഗിയായിരുന്നു. അവിടെ ജോലി ചെയ്യുന്നവരുടെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തിയതിനെ ഒരു കുറ്റമായി കണക്കാക്കി അവനെ അവിടെ നിന്ന് മറ്റൊരു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നുവെന്നും പിന്നീട് അവൻ പുറത്തിറങ്ങുകയും ചെയ്തു. ഇപ്പോൾ അവൻ 28 വയസ്സുമായിട്ടുണ്ടാകും. അച്ഛൻ പറഞ്ഞതുപോലെ ആ 15 മില്യണും അവന് ലഭിച്ചിട്ടുണ്ടാകുമല്ലോ. ഇത്രയും പണം കൈവശം വെച്ചുകൊണ്ട് അവൻ രാജകീയമായി ജീവിക്കാം. ഈ സാഹചര്യത്തിലും അവന് വിചാരിച്ചാൽ എന്തിനും ഏതിനും എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും കിട്ടും. പിന്നെ എന്തിന് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാകാം എന്ന് നായകന്റെ വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. രാത്രിയിൽ അവർ തമ്മിലൊന്ന് കൂടുന്നുണ്ട്. പിന്നീട് നായിക ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് സന്ദേശം വരുന്നു. പോലീസിന് ലഭിച്ച 6 മൃതദേഹങ്ങളിലൊന്നിൽ അനബെല്ലയുടെ മാലയുണ്ടായിരുന്നല്ലോ. ആ മാല എനിക്ക് വേണം. നാളെ രാത്രി 3:30 മൃതദേഹം ലഭിച്ച അതേ ഹോസ്പിറ്റലിലേക്ക് നീ മാത്രം തനിച്ചു വരിക. ആ മാല എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ വീണ്ടും പുതിയൊരു കൊലപാതകം കൂടി ചെയ്യും എന്ന 6 കൊലപാതകങ്ങൾ ചെയ്ത കൊലയാളി മെസ്സേജ് അയച്ചു. ഇക്കാര്യം ആരോടും പറയരുതെന്നും പറഞ്ഞാൽ കൊലപാതകം നടക്കുമെന്നും അവൻ ഭീഷണിപ്പെടുത്തി. നായിഡയ്ക്ക് ആരോടും പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് സ്റ്റേഷനിൽ എല്ലാവരോടും സംസാരിച്ച ശേഷം രാത്രി 3:30 കൊലയാളി പറഞ്ഞ ആ ഹോസ്പിറ്റലിലേക്ക് നായിക എത്തുന്നു. ആ ദുഷ്ടൻ വരുമ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി നിൽക്കുമ്പോൾ പെട്ടെന്ന് നായികയെ ലക്ഷ്യമാക്കി ഒരു പട്ടി ഓടിവരുന്നു. നായിക ഭയന്നുപോയി. പക്ഷെ അവിടെ വരാനിരിക്കുന്ന കൊലയാളിക്കായി നായിക നേരത്തെ തന്നെ ഒരു കെണിയൊരുക്കിയിരുന്നു. അത് സിനിമയിൽ നമ്മളെ കാണിച്ചില്ലെങ്കിലും നായിക തന്റെ ടീമിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അവിടെ നായകനും ഫോറൻസിക് ഉദ്യോഗസ്ഥനും എല്ലാം തോക്കുമായി മറഞ്ഞു നിന്ന് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. കൊലയാളി വന്നിരുന്നെങ്കിൽ തീർച്ചയായും അവനെ പിടിക്കാമായിരുന്നു. പക്ഷെ അവൻ വന്നില്ല. അപ്പോൾ തന്നെ അവർ ആ പട്ടിയെ വെടിവെച്ചു കൊന്നു. എവിടെ നിന്നാണ് ആ പട്ടി വന്നതെന്ന് നോക്കിയപ്പോൾ കൊലയാളി ഒരു കൂട്ടിലിട്ട് കൃത്യം 3:33 അതിന്റെ വാതിൽ തുറക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് പോയിരുന്നത്. അപ്പോൾ കൊലയാളിക്ക് അറിയാമായിരുന്നു നായികയൊരു പോലീസ് ഓഫീസറായതുകൊണ്ട് തനിയെ വരില്ലെന്നും തന്റെ ടീമുമായിട്ടേ വരുമെന്നും. ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഇത്രയും റിസ്ക് എടുത്ത് അവളെ അവിടേക്ക് വിളിച്ചത് നമ്മളെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് നായിക ആലോചിക്കുന്നു. ഇതേ സമയം തന്നെ അനബെല്ലയുടെ വീടിന്റെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നു. പേടിയോടെ ചെന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവളുടെ കുട്ടിക്കാലത്ത് വീട്ടുവാതിൽക്കൽ സമ്മാനങ്ങൾ വരുമായിരുന്നെല്ലാം. അതേപോലെ ഇതാ ഒരു ഗിഫ്റ്റ് ബോക്സ്. അത് തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ ഒരു കുതിരയുടെ പ്രതിമ. അവിടെ വേറെ ആരുമുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് രാവിലെ പോലീസെല്ലാം അവിടേക്കെത്തി. അനബെല്ലയുടെ അവസ്ഥ കണ്ട് നായകൻ അവിടെ ഉരുകുകയാണ്. നായിക ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാണ് നീ ഇങ്ങനെ അവളോട് പറ്റിപ്പിടിച്ചിരിക്കുന്നത്? നമുക്ക് വേറെ ജോലിയുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ അനബെല്ലയുടെ അച്ഛന്റെ സുഹൃത്തായിരുന്ന ആ മാക്സ് പ്രൊഫസർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ പോയി കാണാമെന്ന് പറഞ്ഞ് നായികനെ അവിടേക്ക് കൊണ്ടുപോകുന്നു.
ഷേവിനൊക്കെ ചെയ്തൊരു പാവയെപ്പോലെ ഇരിക്കുന്ന നായകനോട് വിട്ടാൽ നീ ഇവിടെ തന്നെ കുടുംബം നടത്തി കുട്ടികളെയൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് കളിയാക്കിക്കൊണ്ടാണ് നായിക പോകുന്നത്. ആ പ്രൊഫസറെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല. അവൻ കുടുംബകാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കാറില്ല മോളെ, എപ്പോഴും ജോലിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അവർ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഇത്രയും ദൂരം വന്നതല്ലേ, അവന്റെ ചില സാധനങ്ങൾ ഇവിടെയുണ്ട്, അതുകൂടി എടുത്തോളൂ. അനബല്ലയുടെ അച്ഛൻ ജോലി നിർത്തി പോകുന്നതിന് മുൻപ് തന്റെ കുറച്ച് സാധനങ്ങൾ ഒരു ബോക്സിലിട്ട് പ്രൊഫസറെ ഏൽപ്പിച്ചിരുന്നു. ഇത് സൂക്ഷിച്ചു വയ്ക്കൂ, ഞാൻ പിന്നീട് വന്ന് വാങ്ങാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. പക്ഷെ പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതേയില്ല. ആ സാധനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പോലീസിന് കൈമാറുന്നത്. സാരമില്ല, ഒന്നുമില്ലാത്തതിനേക്കാൾ ഇതെങ്കിലുമുണ്ടല്ലോ എന്ന് കരുതി ആ പെട്ടി തുറന്ന് ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയപ്പോഴാണ് അതിൽ നിന്ന് ലഭിച്ച ഒരു ഫോട്ടോയിലൂടെ മുഴുവൻ കഥയും പുറത്തുവരുന്നത്. ഫോട്ടോയിലുള്ളത് അനബല്ലയുടെ അച്ഛനും അദ്ദേഹത്തിന്റെ അനുജനുമാണ്. ഇവർ രണ്ടുപേരും കുട്ടിക്കാലത്തെടുത്ത ഫോട്ടോയാണത്. അതിനു പുറകിൽ രണ്ടുപേരുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്. അതുവെച്ച് അവർ ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അനബല്ലയുടെ ചിറ്റപ്പനാണ് ഈ സിനിമയിലെ വില്ലൻ. അച്ഛനും ചിറ്റപ്പനും ഒരുമിച്ച് വളർന്നവരാണ്. അവരുടെ അച്ഛനും അമ്മയും മരിച്ചുപോയതുകൊണ്ട് അവർ അനാഥാലയത്തിൽ ചേരേണ്ട അവസ്ഥ വന്നു. അനബല്ലയുടെ അച്ഛന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സ്മാർട്ടായ ഒരാളായിരുന്നു. നന്നായി പഠിച്ചു പാസ്സായി പുറത്തിറങ്ങി സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. നല്ലൊരു ജോലി കിട്ടി. വീടും കുട്ടിയുമൊക്കെയായി ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടുപോയി. എന്നാൽ ചിറ്റപ്പന്റെ മാനസിക നില തകരാറിലായി. ചെറുപ്പത്തിൽ തന്നെ അവന്റെ മനോനില തെറ്റിയ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് മൃതദേഹങ്ങൾ ലഭിച്ച അതേ മെന്റൽ ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. കുറേ വർഷം അവൻ അവിടെ തന്നെയാണ് കഴിഞ്ഞത്. അനബല്ലയുടെ അച്ഛൻ വിവാഹം കഴിച്ചതിനു ശേഷം അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങി ഇവരുടെ കൂടെ താമസിക്കാൻ തുടങ്ങി. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതിനുശേഷമാണ്. വെറുതെ ഇരിക്കാതെ അവൻ ഇടയ്ക്കിടെ അനബല്ലയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് പറയുമായിരുന്നു, വേണ്ട, നീ അവന്റെ കൂടെ ജീവിക്കണ്ട. കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛൻ എങ്ങനെയാണോ അമ്മയെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തത്, അതേപോലെ ഇവനും നിന്നെ കൊന്നിട്ട് മരിക്കുമെന്ന്. അവിടെ നിന്ന് പോയിക്കളയൂ എന്ന് അവൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള ഒരാളോടൊപ്പം കുടുംബമായി കഴിയാൻ പറ്റില്ലെന്ന് കരുതി അവർ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷമാണ് അനബല്ല ജനിച്ചത്. ചിറ്റപ്പനെ പുറത്താക്കിയെങ്കിലും അവൻ എവിടെയും പോയില്ല. ആ വീടിന് ചുറ്റും തന്നെ അവൻ വട്ടം ചുറ്റിക്കൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ മുഴുവനും അനബല്ലയിൽ തന്നെയായിരുന്നു. ഒരു ദിവസം കനത്ത മഴയത്ത് അവൻ ജനലിന് പുറത്തുനിന്ന് കുഞ്ഞായിരുന്ന അനബല്ലയെ തുറിച്ചു നോക്കുന്നത് അവളുടെ അച്ഛൻ കണ്ടു. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ പേടി. കുട്ടി വളരുംതോറും അവൻ അവളെ പിന്തുടരുന്നതും ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടുവാതിൽക്കൽ കൊണ്ടുവന്നിടുന്നതുമൊക്കെയായി ചിറ്റപ്പൻ പലവിധ ശല്യങ്ങളും തുടർന്നു. ഇവൻ വിടാതെ പിന്തുടരുന്ന ഒരു കരിനിഴലാണെന്നും ഇനി ഒരേ സ്ഥലത്ത് താമസിക്കുന്നത് തന്റെ മകൾക്ക് അപകടമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം നാടോടികളെപ്പോലെ ഓരോ നാടായി മാറി താമസിക്കാൻ തുടങ്ങിയത്. പോകുന്ന ഇടങ്ങളിലെല്ലാം ചിറ്റപ്പൻ ഇവരെ കണ്ടെത്തരുതെന്ന് കരുതി തന്റെ പേരും അനബല്ലയുടെ പേരും അദ്ദേഹം മാറ്റിക്കൊണ്ടിരുന്നു. അനബല്ലയുടെ കുടുംബം ഈ നാട്ടിലുണ്ടായിരുന്നപ്പോൾ വീട്ടുവാതിൽക്കൽ സമ്മാനങ്ങൾ വെച്ചിരുന്നതും എതിർവശത്തുള്ള വീട്ടിലെ മുകളിലത്തെ മുറിയിൽ താമസിച്ചിരുന്നതുമെല്ലാം ആ ചിറ്റപ്പൻ തന്നെയായിരുന്നു. ഇവർ ഓരോ നാടുവിട്ടു പോകുമ്പോഴും അവൻ വിടാതെ പിന്തുടർന്നു. അങ്ങനെ അവർ മറ്റൊരു നാട്ടിലായിരുന്നപ്പോൾ മകളെ നോക്കാൻ വേണ്ടി അനബല്ലയുടെ അച്ഛൻ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. ആ ക്രൂരൻ ആയാളെയും കൊന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട അവൻ എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കൂടാതെ ഉംറിയാക്കോയിൽ നിന്ന് രക്ഷപ്പെട്ട കാഥറിൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ അനബല്ലയുടെ അച്ഛൻ FBI ഏജന്റായി വന്ന് ഒരു ഫോട്ടോ കാണിച്ച് ഇവനാണോ നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിച്ചിരുന്നല്ലോ. തന്റെ അനിയൻ തന്നെയാണോ അത് ചെയ്തതെന്ന സംശയത്തിലായിരുന്നു അദ്ദേഹം അത് ചോദിച്ചത്. സത്യമറിഞ്ഞാൽ മുൻകരുതലെടുക്കാമെന്ന് അദ്ദേഹം കരുതി. എങ്ങനെയായാലും മൃതദേഹങ്ങൾ ലഭിച്ച അതേ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചിറ്റപ്പൻ പണ്ട് രോഗിയായിരുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥനോട് ചിറ്റപ്പന്റെ പേരിലുള്ള എല്ലാ മെഡിക്കൽ റെക്കോർഡുകളും എടുക്കാനാവശ്യപ്പെട്ട് നായകനും നായികയും അങ്ങോട്ടു പോകുന്നു. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചിറ്റപ്പന്റെ പേരിൽ അവിടെ രോഗികളാരുമുണ്ടായിരുന്നില്ല. ആ സമയത്ത് ചിറ്റപ്പന്റെ പ്രായവുമായി ഒത്തുനോക്കിയാൽ 14 കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ചാൾസ് പറഞ്ഞ ബെഞ്ചി എന്ന പയ്യനും ഈ 14 പേരിൽ ഒരാളായിരുന്നു. മറ്റൊന്ന്, ചിറ്റപ്പന്റെ പേര് അവിടെ എങ്ങുമില്ല. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് മൊഴി നൽകിയ ചാൾസ് എന്നൊരു കഥാപാത്രം പോലും അവിടെയില്ല. 1960 മുതൽ ഇന്നുവരെ അവൻ പറഞ്ഞ വള്ളലാർ സ്ട്രീറ്റിൽ ചാൾസ് എന്ന പേരിൽ ആരും താമസിച്ചിരുന്നില്ല. അവൻ വന്നുപോയതിനു പിന്നാലെ പോലീസ് അവന്റെ പശ്ചാത്തലം പരിശോധിക്കണമായിരുന്നു. എന്നാൽ അത് ചെയ്യാതെ വിട്ടുപോയി. അവൻ അത് മുതലെടുത്തു. അപ്പോൾ അവൻ തന്നെയാണോ 6 പേരെ കൊന്നത് എന്ന് നമ്മൾ ആലോചിക്കുന്നതിനിടെ വലിയൊരു ട്വിസ്റ്റ്. കത്തിയുമായി അനബല്ലയുടെ വീട്ടുവാതിൽക്കൽ നിൽക്കുന്നു. നിന്നെ കണ്ടാൽ അവളെപ്പോലെ തന്നെയുണ്ട് മോളെ, എന്തിനാണ് പുറത്തുനിന്ന് സംസാരിക്കുന്നത്, വാ നമുക്കകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ അനബല്ലയെ കത്തിമുനയിൽ നിർത്തി അകത്തേക്ക് കൊണ്ടുപോയി. മറുഭാഗത്ത് നായകനും നായികയും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊലയാളിയുടെ കൈയിലകപ്പെട്ട അനബല്ല ആകെ പേടിച്ചു വിറച്ചു. നീയാണോ ആ 6 പേരെയും കൊന്നത്?
എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പരിങ്ങുകയാണ്. ഞാനല്ല മോളെ, ഞാനൊരു സീരിയൽ കില്ലർ തന്നെയാണ്. പക്ഷേ ഈ 6 പേരെ കൊന്നത് ഞാനല്ല. എന്റെ ചെറുപ്പത്തിൽ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു നാനിയുണ്ടായിരുന്നല്ലോ. കാണാൻ അവളെപ്പോലെ തോന്നിക്കുന്ന ലൈംഗിക തൊഴിലാളികളെ കൊല്ലുന്നതാണ് എന്റെ രീതി. ഓ, ഞാനെന്റെ പേര് നിന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനാണ് ക്രിസ്റ്റഫർ ഹീലോ. ഞാൻ ചികിത്സയിലായിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ 6 മൃതദേഹങ്ങൾ ലഭിച്ചപ്പോൾ ഏതെങ്കിലും ഒരു അനാഥനായിരിക്കും ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്ന് കരുതി അതറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാൻ ഈ കേസിനിടയിലേക്ക് വന്നത്. ഇപ്പോൾ ഞാനത് കണ്ടെത്തി. അവന്റെ ലക്ഷ്യം നിന്നെ തന്നെയാണ് മോളെ. നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത ആ ജീവിതം മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കണമെന്ന് കരുതിയാണ് അവൻ 6 പേരെയും കൊന്നത്. അവന്റെ കഥയെന്തുമാകട്ടെ, ഇപ്പോൾ എനിക്ക് നിന്നെയാണ് ആവശ്യം. നീ കാണാൻ എന്റെ ആ നാനിയെപ്പോലെ തന്നെയുണ്ട്. ആ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ വെച്ച് ചാൾസ് തന്റെ തനി നിറം പുറത്തെടുക്കുന്നു. അയാൾ അനബല്ലയുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് പറയാണ്, എന്റെ ലക്ഷ്യം നീ തന്നെയാണ് മോളെ. നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത ആ ജീവിതം മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കണമെന്ന് കരുതിയാണ് ഞാൻ ആ 6 പേരെയും കൊന്നത്. നീ കാണാൻ എന്റെ ആ പഴയ നാനിയെപ്പോലെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ചാൾസിന്റെ ഈ ഭ്രാന്തൻ വാക്കുകൾ കേട്ട് പേടിച്ചുപോയ അനബെല്ല രക്ഷിക്കണേ എന്ന് ഉറക്കം നിലവിളിക്കുന്നു. കൃത്യം ആ സമയത്താണ് അവിടേക്കൊരു ഡെലിവറി മാൻ കടന്നുവരുന്നത്. ആ ബഹളം കേട്ട് അകത്തേക്ക് പാഞ്ഞു വന്ന അയാൾ ചാൾസിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തന്നെ പിടിച്ചുവാങ്ങി അയാളെ ആഞ്ഞു കുത്തുന്നു. അവിടെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് ചാൾസ് ആ ഡെലിവറി മാനെ നോക്കി അത്ഭുതത്തോടെ ചോദിക്കുന്നു, ബെഞ്ചി, നീ ആയിരുന്നോടാ ഇത്? എന്റമ്മോ, കാണാനൊരു ഹിമകരടിയെപ്പോലെ ഇരിക്കുന്ന ഈ ഡെലിവറി മാൻ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ബെഞ്ചി. ബെഞ്ചി എന്നത് അയാളുടെ വിളിപ്പേരാണ്, അതായത് ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്ന പേര്. അയാൾ അനബെല്ലയുടെ സ്വന്തം ചിറ്റപ്പനാണ്, അച്ഛൻ്റെ അനിയൻ. കുഞ്ഞായിരുന്ന കാലം മുതൽക്കേ ഇയാൾക്ക് അനബെല്ലയോടൊരു വല്ലാത്ത വൈകൃതമുള്ള ഇഷ്ടമുണ്ടായിരുന്നു. അവൾ വളരുമ്പോൾ അവളെ സ്വന്തമാക്കണമെന്നായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അനബെല്ലയുടെ അച്ഛൻ ഇവനിൽ നിന്നും അവളെ രക്ഷിക്കാനാണ് നാട് വിട്ട് ഓടിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ തവണ നാട് വിട്ടപ്പോൾ തന്നെ ഇവന് തന്റെ ആവേശം നിയന്ത്രിക്കാനായില്ല. അങ്ങനെയാണ് അയൽപ്പക്കത്തെ കുട്ടിയായിരുന്ന ഡോറയെ ഇവൻ തട്ടിക്കൊണ്ടുപോയി കൊന്നത്. പിന്നീട് അനബെല്ലയുടെ ഓർമ്മ വരുമ്പോഴെല്ലാം ഇവൻ ഓരോ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. അവരിവന് വഴങ്ങാത്തപ്പോൾ അവരെ കൊന്ന് ചാക്കിൽ കെട്ടിവെക്കും. ഇതായിരുന്നു ആ 6 മൃതദേഹങ്ങളുടെ രഹസ്യം. ഒടുവിൽ അനബെല്ല ഈ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവളെ കൈക്കലാക്കാൻ വേണ്ടി ഒരു പാവം ഡെലിവറി മാനായി അഭിനയിച്ച് അവളുടെ കൂടെ തന്നെ കൂടുകയായിരുന്നു ഈ സൈക്കോ ചിറ്റപ്പൻ. അനബെല്ലയെ പിടിക്കാൻ ഇവൻ അടുക്കുമ്പോഴേക്കും നമ്മുടെ നായകനും നായികയും അവിടേക്ക് ഇരച്ചു കയറുകയാണ്. പിന്നെ അവിടെ നടന്നതൊരു രുദ്രതാണ്ഡവം തന്നെയായിരുന്നു. ആ ഹിമകരടിയെ ഒതുക്കാൻ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ നമ്മുടെ പോലീസ് ടീം അവനെ അങ്ങ് തീർത്തു. കൃത്യം 2 വെടിയുണ്ടകൾ, ഒന്ന് നെഞ്ചിലും ഒന്ന് മുഖത്തും. അതോടെ ആള് തീർന്നു. അങ്ങനെ ആ ഭീകരമായ കൊലപാതക പരമ്പരയ്ക്ക് അന്ത്യമായി. ഒടുവിൽ നായകനും അനബെല്ലയും തമ്മിൽ അടുത്തു. പക്ഷെ നമ്മുടെ പാവം നായികയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. അവൾക്ക് മാത്രം സ്നേഹിക്കാൻ ആരുമില്ലല്ലോ. സാരമില്ല, അവൾക്കുള്ളവൻ എപ്പോഴെങ്കിലും വരാതിരിക്കില്ല. കേസ് തെളിയിച്ച ആശ്വാസത്തിലും എന്നാൽ തനിക്ക് മാത്രം ആരെയും കിട്ടിയില്ലല്ലോ എന്ന ചെറിയ വിഷമത്തിലും ഇരിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നിങ്ങൾക്കിഷ്ടമായോ? കമന്റിൽ പറയണേ. ഫ്രണ്ട്സ്, എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഒരു ലൈക്കും കൂടി. മറ്റൊരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.